മഴ പെയ്യുമ്പോഴാണല്ലോ പുതിയ തളിരുകൾ പൊട്ടി മുളയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ മഴക്കാലത്ത് നമുക്ക് പൂന്തോട്ടം ഒരുക്കാൻ പറ്റുന്ന ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യം വരുന്ന ആ സമയത്തൊക്കെ ആവശ്യം വരുന്നൊരു സ്ഥാപനമാണ് പരിചയപ്പെടുത്തുന്നത് അങ്കമാലിയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അങ്കമാലി ഭാഗത്തെ ഉള്ളൊരു ഗാർഡൻ അല്ലെങ്കിൽ നഴ്സറി പരിചയപ്പെടുത്തുന്നത്. അത് നമ്മുടെ ഒരു ഫ്രണ്ട് കൂടിയായിട്ടുള്ള ജോബേട്ടൻ്റെ വൈഫും കൂടി നടത്തുന്ന ഒരു സംരംഭമാണത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് അലങ്കാര ചെടികൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്നത്, പുറത്ത് അല്ലെങ്കിൽ അകത്തൊക്കെ ഇടാൻ പറ്റുന്ന ചെടികൾ, പിന്നെ അതുപോലെ അകത്ത് ഹാളിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടികളുണ്ട്, പലതരത്തിലുള്ള ചെടികൾ. അപ്പോൾ പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉണ്ട്. ഞാനൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ്, ഇപ്പോൾ എനിക്ക് ടൈം കിട്ടാറില്ല, ആദ്യമൊക്കെ ഞാൻ സ്ഥിരം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു +2 കാലഘട്ടത്തിലൊക്കെ ഞാൻ ചെടിയൊക്കെ നട്ട് വീട്ടിലെ ഒരുപാട് ചെടിയും അതുപോലെ കുപ്പികളിൽ കുറേ ചെടിയൊക്കെ വളർത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ അതിന് നമുക്ക് ടൈം കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ചെടികൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ ഞാൻ സെൻഡ് ചെയ്യാൻ കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. കാരണം നല്ല വീടിൻ്റെ അകത്തൊക്കെ ഹാങ് ചെയ്ത് അല്ലെങ്കിൽ പുറത്ത് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ചെടികളൊക്കെ ഉണ്ട്. അതിന് എടുത്തു പറയത്തക്ക ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാങ്ങിങ്ങിനുള്ള ചട്ടികൾ, അതിൻ്റെ ഹാങ് ചെയ്തിടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെടി മാത്രമല്ല, ചെടി ഇടുന്ന ചട്ടി അല്ലെങ്കിൽ അത് ഹാങ് ചെയ്യുന്ന അതിൻ്റെ വള്ളികൾ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെടികൾ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കുറ്റിക്കുരുമുളക്, പ്ലാവ്, ലൂബിക്കൊക്കെ ഉണ്ടായി കാണും ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പോൾ ജാതി, പിന്നെ റംബൂട്ടാൻ ഞാൻ എൻ്റെ വീട്ടിലെ റംബൂട്ടാൻ്റെ ഒക്കെ വീഡിയോ ചെയ്തല്ലോ, അതൊക്കെ നമ്മൾ പുള്ളിയുടെ അടുത്ത് മേടിച്ചതാണ്. പിന്നെ അതുപോലെ പ്ലാവിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, അതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ നല്ല ഫലം തരുന്ന വൃക്ഷങ്ങളാണ്. പേരയ്ക്ക, ഇത് ബീറ്റ്റൂട്ട് പേര, അത് ഒരു വെറൈറ്റിയാണ്, ഒന്ന് മേടിച്ച് വെച്ച് നോക്കണമെന്നുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് പേര തന്നെയാണത്. പിന്നെ നമ്മുടെ എല്ലാ ഫ്രൂട്ടില്ലേ, മറ്റേ ഡ്രാഗൺ ഫ്രൂട്ട്, ഇതേ പേരയിൽ പൂതിയൊക്കെയുണ്ടോ. അപ്പോൾ അതൊക്കെ, ഇത് മംഗോസ്റ്റീൻ, എല്ലാ തരം ചെടികളും. ഇപ്പോൾ മഴക്കാലത്താണ് നമ്മൾ മാവ് പലതരത്തിലുള്ളത്. ഒരു മാവ് ഞാൻ വീട്ടിൽ പിടിച്ച് നട്ടിട്ടുണ്ട്, അതൊക്കെ അടുത്ത വർഷത്തിൽ കായ്ക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു നട്ടിട്ട്. അപ്പോൾ എല്ലാതരം മാവുകളുണ്ട്. പിന്നെ അതേ താമര, ആമ്പൽ, ഇതൊക്കെ ഉള്ള കുളമുണ്ട്. ഇതൊക്കെ പുള്ളി ഗാർഡനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തും തരും കേട്ടോ. അപ്പോൾ ആളുടെ നമ്പർ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാം. പിന്നെ എല്ലാതരം വളങ്ങൾ, ചെടിക്ക് പറ്റിയ വളങ്ങളും കാര്യങ്ങളും, ചകിരിച്ചോറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊരു അവസരമായി കണ്ടിട്ട് പുള്ളിയായിട്ട് ബന്ധപ്പെടാം. ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറിയുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അലങ്കാര ചെടികൾ പലതുണ്ട്. ഇത് കടലാസ് പൂവ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നതേ നമ്മുടെ അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ബിസ്മി ഉണ്ട്. അതിൻ്റെ ഈ ഇതിൻ്റെ നഴ്സറിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ക്രിസ്റ്റൽ കിച്ചൺ ഉണ്ട്. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് കുറച്ച് വരാനുള്ളൂ. പിന്നെ പുള്ളിക്കുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർക്കൊരു വെൽഡിങ് വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പെറ്റ്സിന് പറ്റിയ കൂടുകൾ, പട്ടിക്കൂട്, കോഴിക്കൂട്, പ്രാവിൻ്റെ കൂട്, അതുപോലെ ലവ് ബേഡ്സിൻ്റെ കൂട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്കമാലിക്കാരൻ ചെയ്യുന്ന വഴി.